നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 17, 18 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശനത്തിലായിരുന്നു. ഒമാൻ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്ന സന്ദർശനമായിരുന്നു. ഡിസംബർ 18 തീയതിയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ രണ്ടു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അതായത് ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഈ രണ്ടു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഈ സ്വതന്ത്ര വ്യാപാര കരാർ തീർച്ചയായും അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തുർക്കിക്കാണ്. തുർക്കി നമുക്കറിയാം, തുർക്കി ഇപ്പോൾ നമ്മുടെ ശത്രു രാജ്യം പോലെ തന്നെയാണ്. അത്രമാത്രം നയതന്ത്ര ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ മോശമാണ്. തുർക്കിക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഈ പറയുന്ന സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ടുണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഒമാൻ സർക്കാർ ഇന്ത്യക്ക് മാർബിൾ ബ്ലോക്കുകൾ, അസംസ്കൃത മാർബിൾ ബ്ലോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ സഹായിക്കും. അതായത് ഒമാനിൽ നിന്ന് ഇനി മാർബിൾ ബ്ലോക്കുകൾ, അസംസ്കൃത മാർബിൾ ബ്ലോക്കുകൾ ഇന്ത്യയിലേക്ക് എത്തും എന്ന ശുഭവാർത്തയാണ് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചത്. അതായത് ഇന്ത്യൻ മാർബിൾ വ്യവസായം ഏതാണ്ട് 40,000 കോടി ഡോളറിൻ്റെ മാർബിൾ വ്യവസായമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ മാർബിൾ വ്യവസായം എന്ന് പറഞ്ഞാൽ അസംസ്കൃത മാർബിളുകൾ കൊണ്ടുവന്ന് അത് പോളിഷ് ചെയ്ത് വിൽക്കുന്ന വ്യവസായമാണ്. നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. എന്നാൽ ഇന്ത്യൻ മാർബിളിൻ്റെ ദൗർലഭ്യം തീർച്ചയായും ഈ മേഖല നേരിടുന്ന വലിയ ഭീഷണിയാണ്. ഈ ഭീഷണിയെ നേരിടാനായി ഇന്ത്യ അസംസ്കൃത മാർബിളുകൾ ഇറക്കുമതി ചെയ്തിരുന്നത് തുർക്കി, ഇറ്റലി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. നമുക്കറിയാം, തുർക്കി നമ്മുടെ ശത്രു രാജ്യമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ മെയ്യിൽ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകാനായി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ നടപ്പിലാക്കുന്നു. ആ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിരോധിക്കുവാനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു. തുർക്കി ഇന്ത്യയെ ആക്രമിക്കാനായി ആ സമയത്ത് പാകിസ്ഥാന് ഡ്രോണുകൾ നൽകുകയായിരുന്നു. പാകിസ്ഥാൻ ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യയുടെ 23 നഗരങ്ങൾ ലക്ഷ്യം വിട്ട് ഇന്ത്യയിലേക്ക് വിട്ടത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്കായി ഇന്ത്യക്ക് ഈ ഡ്രോണുകൾ കൊണ്ട് നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ഒരു നിർണായക ഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനായി ശത്രു രാജ്യത്തിന് ആയുധം നൽകിയ ഒരു രാജ്യവുമായി ഒരു കാരണവശാലും വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ തന്നെ തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനങ്ങൾ ഇന്ത്യ എടുത്തിരുന്നു. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സർവീസുകൾ നൽകിയിരുന്ന തുർക്കി കമ്പനിയായ സെലിബിക്ക് ഈ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. മാത്രമല്ല, തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ഒക്കെയുള്ള വിനോദസഞ്ചാര പാക്കേജുകൾ അതാത് മേഖലകളിൽ ബന്ധപ്പെട്ടവർ തന്നെ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി തുർക്കി കമ്പനികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയേറ്റത്. പക്ഷേ മാർബിൾ ഉൽപ്പാദനം, അസംസ്കൃത മാർബിളുകൾ തുർക്കിയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ആ മാർബിളുകൾക്ക്, തുർക്കിയിൽ നിന്ന് വരുന്ന മാർബിളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെയാണ് ഈ മാർബിൾ വ്യവസായം പ്രധാനമായിട്ടുമുള്ളത്. രാജസ്ഥാനിലെ ഉദയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാർബിൾ വ്യവസായവുമായി ബന്ധപ്പെട്ട അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. അതായത് രാജ്യത്തിൻ്റെ ശത്രു രാജ്യമാണ് ഇപ്പോൾ തുർക്കി, അതുകൊണ്ട് തന്നെ തുർക്കി മാർബിളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. പക്ഷേ അങ്ങനെ തുർക്കിയിൽ നിന്നും മാർബിളുകൾ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഇവിടെ ആഭ്യന്തര വിപണിയിൽ മാർബിളുകളുടെ ദൗർലഭ്യം നേരിടും. ഇത് വ്യവസായത്തെ വലിയ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡെസ്റ്റിനേഷൻ ഇന്ത്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഒമാനുമായി ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാർ അനുസരിച്ച് ഇന്ത്യക്ക് ആവശ്യമുള്ള അസംസ്കൃത മാർബിൾ ബ്ലോക്കുകൾ ഒമാൻ ഇന്ത്യക്ക് നൽകും എന്നിപ്പോൾ ധാരണയായിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2016 ശേഷം ഒമാൻ അവരുടെ അസംസ്കൃത മാർബിൾ കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഒരു രാജ്യങ്ങൾക്കും അസംസ്കൃത മാർബിൾ നൽകില്ല. കാരണം ഒമാനിനകത്ത് പ്രോസസ്സ് ചെയ്യുന്ന മാർബിളുകൾ മാത്രമേ ഒമാൻ കയറ്റുമതി ചെയ്യുകയുള്ളൂ. ആ രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒമാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇതാദ്യമായി ആ ഒരു തീരുമാനത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഒമാൻ അസംസ്കൃത മാർബിളുകൾ ഇന്ത്യക്ക് നൽകാമെന്ന് ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സമ്മതിച്ചിരിക്കുകയാണ്. ഒമാൻ്റെ ഈ ഇളവ് നേടുന്ന ആദ്യത്തെ രാജ്യമായി മാറുകയാണ്
മാറുകയാണ് ഇന്ത്യ. ഈ രീതിയിൽ തുർക്കിക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഒമാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ടുണ്ടായിരിക്കുന്നത്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇപ്പോൾ വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2015 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഒമാനിലേക്ക് ഇന്ത്യൻ കയറ്റുമതി എന്ന് പറയുന്നത് $5.72 ബില്യൺ ആണ്. പക്ഷേ ഒമാനിൽ നിന്നും ഇന്ത്യൻ ഇറക്കുമതി എന്ന് പറയുന്നത് $2.99 ബില്യൺ മാത്രമാണ്. ഈ രീതിയിൽ തുർക്കിയെ ഒഴിവാക്കാനും തുർക്കിയെ മാറ്റി നിർത്താനുമുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒമാൻ മാർബിളുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ വിപണിയിൽ മാർബിൾ ബ്ലോക്കുകളുടെ ദൗർലഭ്യം അതോടെ മാറുകയും ചെയ്യും എന്ന് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുകയാണ്. മാർബിൾ മേഖലയിൽ, മാർബിൾ നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ മാർബിൾ പ്രോസസ്സിംഗ് മേഖലയിൽ ഇതൊരു പുതിയ ഊർജം നൽകിയിരിക്കുകയാണ്. അതോടുകൂടി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം ഒരു വലിയ വിജയമായി മാറുകയാണ്. ഒമാനുമായി ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ പല മേഖലകളിലും, ഈ മാർബിൾ മേഖല ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്, ഇത്തരത്തിൽ പല മേഖലകളിലും പുതിയ ഉണർവ് നൽകും എന്നാണ് വ്യാപാര രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.